ബോട്ടണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ബോട്ടണിയുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പാർട്ട് 4 സ്റ്റെം മോഡിഫിക്കേഷനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് സ്റ്റെം മോഡിഫിക്കേഷൻ അഥവാ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം എന്ന് നോക്കാം. ദി അണ്ടർഗ്രൗണ്ട്, സബേരിയൽ ആൻഡ് ഏരിയൽ സ്റ്റെം മേ അണ്ടർഗോ മോഡിഫിക്കേഷൻ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആകാം, സബേരിയൽ സ്റ്റെം ആകാം, ഏരിയൽ സ്റ്റെം ആകാം. ഇത് മോഡിഫൈ ചെയ്തിട്ട് ദേ ആർ മോഡിഫൈഡ് ടു പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സച്ച് ആസ് സ്റ്റോറേജ് ഓഫ് ഫുഡ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അഡീഷണൽ സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ് ആൻഡ് പെരിനേഷൻ. അതായത് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ചില സ്പെഷ്യൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നു, വെജിറ്റേറ്റീവ്ലി അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഒരു പ്രത്യേക സപ്പോർട്ട് കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ഫോട്ടോസിന്തസിസ് നടത്തുന്നു, അതുപോലെ തന്നെ പെരിനേഷൻ. അതായത് എബിലിറ്റി ഓഫ് പ്ലാന്റ്സ് ടു സർവൈവ് ഫോർ നെക്സ്റ്റ് ജനറേഷന് പറയുന്ന പേരാണ് പെരിനേഷൻ എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ജനറേഷനിലേക്ക്, അത് അടുത്തൊരു തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാന്റിൻ്റെ ആ പാർട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനെ പറയുന്നതാണ് പെരിനേഷൻ. സ്റ്റെം മോഡിഫൈ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്യും, സബേരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്യും, ഏരിയൽ സ്റ്റെമ്മും മോഡിഫൈ ചെയ്യും. അത് ഓരോന്നും മോഡിഫൈ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് റൈസോം, ട്യൂബേഴ്സ്, കോം, ബൾബ്. സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനുള്ളിൽ വരുന്നതാണ് റണ്ണർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്, സക്കർ. ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അതിൽ വരുന്നതാണ് ഫില്ലോക്ലാഡ്, തോൺസ്, ബൾബ്സ് ആൻഡ് ക്ലാഡോഡ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെം പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് പെരിനേഷൻ, സ്റ്റോറേജ് ഓഫ് ഫുഡ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഇൻക്ലൂഡ് റൈസോം, കോം, സ്റ്റെം ട്യൂബേഴ്സ് എക്സെട്ര. അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തിട്ട് പെരിനേറ്റ് ചെയ്യുന്നു, ഫുഡിനെ സ്റ്റോറേജ് ചെയ്യുന്നു, അതുപോലെ അത് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനകത്തിൽ വരുന്ന കുറച്ച് സബ് ഡിവിഷൻസ് ആണ് റൈസോംസ്, കോംസ്, സ്റ്റെം ട്യൂബേഴ്സ്, ബൾബ്സ് എന്നിങ്ങനെ. അതിൽ ഓരോന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ റൈസോം. ഇറ്റ് ഈസ് തിക്ക് ഹൊറിസോണ്ടൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. തിക്കായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഇത് തിക്ക് ബിക്കോസ് ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇത് തിക്കാവാൻ കാരണം ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. നോട്ട്സ് ആൻഡ് ഇൻ്റർനോഡ് പ്രസൻറ്റ്. നോഡൽ റീജിയണും കാണും, അതുപോലെ തന്നെ ഇൻ്റർനോഡൽ റീജിയണും കാണും. ഇൻ്റർനോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 2 നോഡുകൾ തമ്മിലുള്ള സ്പേസിനെ പറയുന്ന പേരാണ് ഇൻ്റർനോഡ് എന്ന് പറയുന്നത്. നോഡ് ബിയേഴ്സ് സ്കെയിൽ ലീവ്സ് ആൻഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. നോഡിൽ നിന്നും സ്കെയിൽ ലീവ്സും അഡ്വൻറ്റീഷ്യസ് റൂട്ടും ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ പെരിനേഷൻ. അതുപോലെ നെക്സ്റ്റ് ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് റൈസോം എന്ന് പറയുന്ന പാർട്ട് സഹായിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ജിഞ്ചറും ടർമറിക്കും. അതായത് ജിഞ്ചറിൻ്റെയൊക്കെ കഷ്ണങ്ങൾ അടർത്തിയല്ലേ നമ്മൾ വീണ്ടും നടുന്നത്. അതാണ് പെരിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കോം. ഇറ്റ് ഈസ് വെർട്ടിക്കലി ഗ്രോയിങ്, thick, fleshy, spherical or subspherical base of the underground stem axis. അതായത് സ്പിറിക്കൽ ആയിരിക്കാം, ഒരു സബ്സ്പിറിക്കൽ ആയിട്ടുള്ള ചേനയും ചേമ്പൊക്കെ ഇതിനകത്തിൽ വരുന്നതാണ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഫ്ലഷി ആയിട്ടുള്ള സ്പിറിക്കലായിട്ടോ അല്ലെ സബ്സ്പിറിക്കലായിട്ടോ കാണപ്പെടുന്ന സ്റ്റെമ്മിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടാണ് കോം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അതായത് ആ പ്ലാന്റ് ഉണ്ടാക്കി അവരുടെ ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് ബിയേഴ്സ് നോട്ട്സ് ആൻഡ് ഇൻ്റർനോട്ട്സ്. ഇതിൽ നോഡൽ റീജിയണും കാണും, ഇൻ്റർനോഡൽ റീജിയണും കാണും. നോട്ട് ബിയേഴ്സ് സ്കെയിൽ ലീവ്സ് ആൻഡ് ഓക്സിലറി ബഡ്. നോഡൽ റീജിയനിൽ നിന്നും സ്കെയിൽ ലീവ്സും ഓക്സിലറി ബഡ്സും അറൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആർ ബോൺ അറ്റ് ദി ബേസ് ഓഫ് ദ കോം. കോമിൻ്റെ ബേസൽ റീജിയനിലാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് കാണാൻ പറ്റുന്നത്. കോം ആൾസോ ഹെൽപ്പ് ഇൻ പെരിനേഷൻ. കോം എന്തിന് സഹായിക്കുന്നു? പെരിനേഷന് സഹായിക്കുന്നു. ചേനയൊക്കെ മുറിച്ചല്ലേ നടുന്നത്, അതിനെയാണ് പെരിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റെം ട്യൂബർ. ഇറ്റ് ഈസ് സ്വോളൻ എൻഡ് ഓഫ് ദി സ്പെഷ്യൽ അണ്ടർഗ്രൗണ്ട് ബ്രാഞ്ച്. ഇറ്റ് സ്റ്റോർ ഫുഡ്. അതായത് സ്വോളൻ അണ്ടർഗ്രൗണ്ട് ബ്രാഞ്ചിൽ കാണപ്പെടുന്ന സ്വോളൻ എൻഡിനെ പറയുന്ന പേരാണ് സ്റ്റെം ട്യൂബർ എന്ന് പറയുന്നു. ഇറ്റ് സ്റ്റോർ ഫുഡ്. അത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് ബിയേഴ്സ് ഓർ ഈച്ച് സ്റ്റെം ട്യൂബർ ബിയേഴ്സ് പിറ്റ്സ് കോൾഡ് ഐസ്. ചെറിയ ചെറിയ കുഴിവുകൾ കാണാം, അതിനെ എന്ത് പറയുന്നു? ഐസ് എന്ന് പറയുന്നു.
On the ice surface it bears auxiliary buds and scale leaves. ഈ ഐസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഓക്സിലറി ബഡും സ്കെയിൽ ലീവ്സും കാണപ്പെടുന്നു. ദ ഐസ് റെപ്രസെൻറ്റ് നോഡൽ റീജിയനെയാണ് ഐസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ പൊട്ടാറ്റോ. നെക്സ്റ്റ് വൺ, ബൾബ്. ഇറ്റ് ഈസ് ഹൈലി കണ്ടൻസ്ഡ് ഡിസ്കോയിഡ് സ്റ്റെം that bears large number of scale leaves above and adventitious root below. The scale leaves are fleshy and store food. അതായത് എക്സാമ്പിൾ ഒണിയൻ, ഗാർലിക് ഒക്കെ എക്സാമ്പിൾ ആണ്. ബൾബ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കോയിഡ് സ്റ്റെമ്മാണ്. അതിനകത്തുനിന്ന് ഒരുപാട് സ്കെയിൽ ലീവ്സുകൾ കാണും. ആ സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത് ഫ്ലഷി ആയിരിക്കും, സ്റ്റോറേജ് ആയിരിക്കും. നമ്മൾ ഉള്ളിയുടെ ഇങ്ങനെ പൊളിക്കത്തില്ല, അത് ഓരോന്നും അതിൻ്റെ സ്കെയിൽ ലീവ്സ് ആണ്. അതെന്ത് ചെയ്യുന്നറിയാമോ, ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസാണ് ഈ സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫ്ലഷി ആയിരിക്കും. ഇതിൻ്റെ ബേസൽ റീജിയനിൽ നിന്ന് അഡ്വൻറ്റീഷ്യസ് റൂട്ട് എറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ബൾബ്. നെക്സ്റ്റ്, സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അതായത് വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ പ്രോസ്ട്രേറ്റ് ഓൺ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീപ്പേഴ്സ്. അത് സ്റ്റെം വളരെ വീക്കായിട്ടുള്ള പ്ലാന്റ് ഗ്രൗണ്ടിനോട് ചേർന്ന് വളരുന്നു. അതിനെ പറയുന്ന പേരാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെ വളരുന്നതിനിടയ്ക്ക് അവരുടെ നോഡൽ റീജിയനിൽ നിന്നും അഡ്വൻറ്റീഷ്യസ് റൂട്ട് എറൈസ് ചെയ്യുന്നു. ദേ റൺ എലോങ് ദ ഗ്രൗണ്ട് ആൻഡ് ഡെവലപ്പ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് അറ്റ് ദി നോട്ട്സ്. ക്രീപ്പേഴ്സ് ആർ ദി ഫോളോയിങ്: റണ്ണർ, സക്കർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്. ഇതെല്ലാം ക്രീപ്പേഴ്സാണ്. അതുപോലെ തന്നെ ഇത് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും ആണ്. ഫസ്റ്റ് വൺ, റണ്ണർ. റണ്ണർ ഈസ് എ ക്രീപ്പർ വിത്ത് ലോങ് ആൻഡ് സ്ലെൻഡർ ഇൻ്റർനോട്ട്സ്. റണ്ണർ ഒരു ക്രീപ്പറാണ്. അതിന് വളരെ നീളമുള്ള ഇൻ്റർനോഡുകൾ ഉണ്ട്. ലോങ്ങുമാണ്, അതുപോലെ തന്നെ വളരെ നേർത്തതുമായിരിക്കും. It produces leaves upwards and adventitious root below from each node. അതിൻ്റെ ഓരോ നോഡിൽ നിന്നും മുകളിലേക്ക് ലീഫും താഴേക്ക് അഡ്വൻറ്റീഷ്യസ് റൂട്ടും എറൈസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഓക്സാലിസ്. മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്രോകോട്ടൈൽ അഥവാ കൊടങ്ങൽ എന്ന് മലയാളത്തിൽ പറയും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോളൻ. സ്റ്റോളൻ ഈസ് എ റണ്ണർ വിച്ച് ഒറിജിനേറ്റ് ഫ്രം ദി ബേസ് ഓഫ് ദ സ്റ്റെം. സ്റ്റോളൻ ഒരു റണ്ണറാണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്നാണ്, സ്റ്റെമ്മിൻ്റെ ബേസൽ പോർഷനിൽ നിന്നാണ്. ആഫ്റ്റർ ഗ്രോയിങ് ഏരിയലി ഫോർ സം ടൈംസ്, കുറച്ച് നാൾ നേരെ വളർന്നതിന് ശേഷം, ഇറ്റ് ആർച്ചസ് ഡൗൺ ടു ടച്ച് ദ ഗ്രൗണ്ട്. അതെന്ത് ചെയ്യുന്നറിയാം, നേരെ ആർച്ച് പോലെ വളഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുന്നു. അറ്റ് ദിസ് പോയിൻറ്റ് ദേ പ്രൊഡ്യൂസ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. അങ്ങനെ ആർച്ച് പോലെ വളഞ്ഞു വന്ന ഭാഗം മണ്ണിലേക്ക് തൊടുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അഡ്വൻറ്റീഷ്യസ് റൂട്ട് എറൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് ജാസ്മിനും മിൻറ്റും. സി ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സക്കറാണ്. സക്കർ ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് റണ്ണർ ദാറ്റ് പ്രൊഡ്യൂസ് ഏരിയൽ ഷൂട്ട്. ഇതൊരു അണ്ടർഗ്രൗണ്ട് റണ്ണറാണ്. റണ്ണർ പോലെ തന്നെയാണ്, പക്ഷേ സോയിലിനടിയിൽ കൂടിയാണ് വളരുന്നത്. ഇറ്റ് പ്രൊഡ്യൂസ് ഏരിയൽ ഷൂട്ട് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ലാറ്ററൽ ബ്രാഞ്ച് ഫോംഡ് ഫ്രം ഓക്സിലറി ബഡ് ഓഫ് ദി ബേസൽ അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് മെയിൻ സ്റ്റെം. അതായത് മെയിൻ സ്റ്റെമ്മിൻ്റെ അണ്ടർഗ്രൗണ്ട് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാകുകയും അവിടെ നിന്നിട്ടുമാണ് ഏരിയൽ ഷൂട്ട് ഫോം ചെയ്യുന്നത്. ഇത് റണ്ണറാണെങ്കിലും സോയിലിനടിയിൽ കൂടെ പോകുന്ന റണ്ണറാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് സക്കർ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ നമുക്ക് ജമന്തി അല്ലെങ്കിൽ ക്രൈസാന്തിമം പറയാം, മിൻറ്റ്, പുതിന, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ അത് നോക്കാം. ഇറ്റ് ഈസ് ദ ലാറ്ററൽ ബ്രാഞ്ച് പ്രൊഡ്യൂസ് ഫ്രം ദി ആക്സിൽ ഓഫ് ദ ലീഫ് ഓഫ് ദ പേരൻറ്റ് പ്ലാന്റ്. അതായത് ലീഫിൻ്റെ ഭാഗത്തു നിന്നും എറൈസ് ചെയ്യുന്ന ലാറ്ററൽ ബ്രാഞ്ചസ് ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ബി എ ഷോർട്ട് ആൻഡ് തിക്ക് ഇൻ്റർനോട്ട്. ഷോർട്ടുമായിരിക്കും, നല്ല തിക്ക് ഇൻ്റർനോട്ട്സും ആയിരിക്കും. ഓരോ നോഡൽ റീജിയനിൽ നിന്നും റോസറ്റ് ഓഫ് ലീഫ് ആൻഡ് ടഫ്റ്റ് ഓഫ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസാപ്പൂ കണക്കിന് നിറയെ ലീഫുകളും അതുപോലെ തന്നെ ഒരു കൂട്ടം റൂട്ടുകളുമായിരിക്കും
പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റിൽ. അതിന് എക്സാമ്പിളാണ് കൊളവാഴ, ഐക്കോണിയ, പിസ്റ്റിയ, ഇതെല്ലാം അതിന് എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെം ടെൻട്രിൽസ് ഉണ്ട്, തോൺസ് ഉണ്ട്, ഫില്ലോക്ലാഡ് ഉണ്ട്, ക്ലാഡോഡും ഉണ്ട്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റെം ടെൻട്രിൽ. Tendrils are slender, wiry, thin, spherically coiled structure that help the plant to attach themselves on other object. Stem tendril help the weak-stemmed plant to climb on support. അതായത് സ്റ്റെം ടെൻട്രിൽ എന്ന് പറയുമ്പോൾ വളരെ സ്ലെൻഡർ ആയിട്ടുള്ള, തിന്നായിട്ടുള്ള, വയറ് കണക്ക് ചുറ്റാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സാണ്. അത് വീക്ക് സ്റ്റെംഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ കാണപ്പെടുന്നതാണ്. ഈ സ്റ്റെം ടെൻട്രിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സിന് ഏതെങ്കിലും ഒബ്ജക്റ്റിലൊന്ന് വൈൻഡ് ചെയ്തിട്ട് ആ പ്ലാന്റ് ഒരു സപ്പോർട്ടിന് നിൽക്കാൻ പറ്റും. മാത്രമല്ല എന്തിലേക്കും ക്ലൈംബ് ചെയ്യണം, ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ ബാംബു സ്റ്റിക്കിലോ വല്ലതും വൈൻഡ് ചെയ്തിട്ട് അതിലേക്ക് പടരാനൊക്കെ സഹായിക്കുന്ന സ്ട്രക്ചറാണ് സ്റ്റെം ടെൻട്രിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, തോൺസ്. തോൺസ് ആർ ഹാർഡ്, സ്ട്രെയിറ്റ് ആൻഡ് പോയിൻ്റഡ് സ്ട്രക്ചേഴ്സ് which arise endogenously from the main stem and it perform the function of defense from other animal. അതായത് തോൺസ് എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള, പോയിൻ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അത് എൻഡോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെയിൻ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു ഡിഫെൻസീവ് ഫങ്ഷനാണ്, മറ്റ് ആനിമൽസിൽ നിന്നും ആ പ്ലാന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറാണിത് തോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫില്ലോക്ലാഡ്സ്. ദേ ആർ ഗ്രീൻ, ഫ്ലാറ്റൻഡ് ഓർ ഫ്ലഷി സ്ട്രക്ചർ. ഇറ്റ് പെർഫോം ദ ഫങ്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ഗ്രീൻ ആയിട്ടുള്ള, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള, ഫ്ലഷി സ്ട്രക്ചേഴ്സാണ് ഫില്ലോക്ലാഡ്സ് എന്ന് പറയുന്നത്. അത് ഫോട്ടോസിന്തസിസ് നടത്താറുമുണ്ട്. ദേ ബിയർ സെവറൽ നോട്ട്സ് ആൻഡ് ഇൻ്റർനോട്ട്സ്. ഇതിനകത്തിൽ ഒരുപാട് നോഡൽ റീജിയനും ഉണ്ടായിരിക്കും, അതുപോലെ ഇൻ്റർനോഡൽ റീജിയനും കാണാനായിട്ട് പറ്റും. ലീവ്സ് ആർ റെഡ്യൂസ് ടു സ്പൈൻസ് ടു മിനിമൈസ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫുകളെല്ലാം വളരെ റെഡ്യൂസ് ചെയ്ത് സ്പൈനുകളായി മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ക്ലാഡോഡ്. എ ക്ലാഡോഡ് ഈസ് എ ഫില്ലോക്ലാഡ് വിത്ത് 1 or 2 ഇൻ്റർനോഡ്സ് ഉള്ളി. അതായത് ഒന്നോ രണ്ടോ ഇൻ്റർനോഡോട് കൂടിയ ഫില്ലോക്ലാഡുകൾക്ക് പറയുന്ന പേരാണ് ക്ലാഡോഡ്. അതിന് എക്സാമ്പിളാണ് അസ്പെരാഗസ് അഥവാ ശതാവരി. നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സ്റ്റെം മോഡിഫിക്കേഷനായിട്ടുള്ള ഏരിയൽ, സബ് ഏരിയൽ ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ലീഫിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.